Hi everybody, AEC, English Language Skills for Commerce and Management. So today in this paper we are going to discuss the chapter Hills Like White Elephants. So when we come to this chapter, it's clear that this is a short story written by Ernest Hemingway. Who is Ernest Hemingway? American novelist and short story writer. സോ അമേരിക്കൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കഥയാണ് ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. സി ഫസ്റ്റ് ഓഫ് ഓൾ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി. ദ സ്റ്റോറി ഹാപ്പൻസ് അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ ഇൻ സ്പെയിൻ. അപ്പോൾ സ്പെയിനിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, സെറ്റിംഗ് എന്ന് പറയുന്നത് അവിടെയാണ്. ഈ കഥ നടക്കുന്നത് അവിടെയാണ്. ദ വെദർ ഈസ് ഹോട്ട് ആൻഡ് ഡ്രൈ. കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഹോട്ടായിട്ട് ഉള്ള ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻസ്, ഒരു വെതറാണ് അവിടെ ആ സമയത്തുള്ളത്. ദർ ആർ ടു സൈഡ്സ് ഓഫ് ദ വാലി. അപ്പോൾ അവിടെ ഒരു വാലി ഉണ്ട്, അങ്ങനെ വാലിയുടെ രണ്ട് സൈഡ്സ് ഉണ്ട്. വൺ സൈഡ് ഈസ് ഡ്രൈ ആൻഡ് എംറ്റി. അപ്പോൾ ആ ഒരു വാലിയുടെ, ആ ഒരു താഴ്വാരത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ എംറ്റി ആയിട്ടും കിടക്കുന്നു. മറ്റേ സൈഡോ, ദ അതർ സൈഡ് ഹാസ് ട്രീസ്, ഫീൽഡ്സ് ആൻഡ് എ റിവർ. അപ്പോൾ മറ്റേ സൈഡിലാണെങ്കിൽ കുറച്ച് ഫലഭൂയിഷ്ഠതയോട് കൂടിയിട്ട് പച്ചപ്പും പാടങ്ങളും പുഴയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ഇറ്റ് ലുക്സ് ഗ്രീൻ ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു സിമ്പിളാണ് കേട്ടോ. ഈ ഒരു വാലിയുടെ, ഈ ഒരു താഴ്വാരത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് വറ്റിക്കിടക്കുമ്പോൾ, വരണ്ട് കിടക്കുമ്പോൾ, മറ്റൊരു സൈഡ് എന്ന് പറയുന്നത് പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങളെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഡിഫറൻസ് ഷോസ് ദ ടു ചോയ്സസ് ഇൻ ദ സ്റ്റോറി, ലൈഫ് ഓർ എംപ്റ്റിനെസ്. അപ്പോൾ ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങൾ, അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ട് ചോയ്സുകൾ, അതൊക്കെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് സിംബലൈസ് ചെയ്യുന്നത്. ഒന്ന് ഒരു ലൈഫ് ആയിട്ടുള്ള ഒന്നും, മറ്റത് ലൈഫ്ലെസ് ആയിട്ടുള്ള ഒന്നും. ഒന്ന് ജീവസുറ്റതാണ്, മറ്റത് ജീവനില്ലാത്തതാണ്. അപ്പോൾ രണ്ട് മുഖങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന രണ്ട് എല്ലാ കാര്യങ്ങളെയും, ഇപ്പോൾ സന്തോഷം, സങ്കടം, ഉയർച്ച, താഴ്ച എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ ജീവിതത്തിൻ്റെ രണ്ട് മുഖങ്ങൾ, ഒന്നിൽ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്, അത് സന്തോഷത്തിൻ്റെ പ്രതീകമായിരിക്കാം, സമാധാനത്തിൻ്റെ പ്രതീകമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ ഒന്നാകട്ടെ ഡ്രൈ ആയിട്ട് വരണ്ട് നിൽക്കുകയാണ്. ദെൻ മെയിൻ ക്യാരക്ടേഴ്സ്, ദ അമേരിക്കൻ മാൻ. അപ്പോൾ ഒരു അമേരിക്കൻ മാനാണ് ഇതിലുള്ള മെയിൻ ക്യാരക്ടർ. ആൻഡ് ഹി ഈസ് കാം ആൻഡ് ടോക്സ് സോഫ്റ്റ്ലി. വളരെ കാമായിട്ടും വളരെ സോഫ്റ്റായിട്ടും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഹി വാണ്ട്സ് ദ ഗേൾ ടു ഡു എ മെഡിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ തൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയോട് മെഡിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയാണ്. ആൻഡ് ഹി സേസ് ഇറ്റ്സ് എ സിമ്പിൾ ഓപ്പറേഷൻ ആൻഡ് വിൽ മേക്ക് ലൈഫ് നോർമൽ അഗെയിൻ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു സിമ്പിൾ ഒരു ഓപ്പറേഷൻ അല്ലേ ഇത്, അതുപോലെ തന്നെ ലൈഫ് വീണ്ടും നോർമലിലേക്ക് വരും, നോർമൽ ലൈഫ് ആകും, വീണ്ടും നോർമൽ ലൈഫിലേക്ക് എത്തും, ഇതൊരു ഇഷ്യൂ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സോഫ്റ്റായിട്ട് കാമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ഒരു ഓപ്പറേഷനെ കുറിച്ച്. ഇനി ആരാണ് ആ പെൺകുട്ടി? ദ ഗേൾ, ജിഗ് എന്നാണ് പേര്. ഷീ ഈസ് യങ് ആൻഡ് അൺഷുവർ. ഒരു ചെറുപ്പക്കാരിയാണ്, മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാം. ആകെ ഒരു അൺഷുവറായിട്ട്, ഫുൾ ഡൗട്ട്ഫുള്ളായിട്ട്, ആശയക്കുഴപ്പത്തിൽ, സങ്കടത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. ഷീ വാണ്ട്സ് ലവ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ അവൾക്ക് ലവ്, അതുപോലെ ഹാപ്പിനെസ്, അതൊക്കെ വേണം. ആൻഡ് ഷീ ഫീൽസ് സാഡ്. അപ്പോൾ അവൾ ആകെ പക്ഷേ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ബിക്കോസ് ദ മാൻ ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹെർ ഫീലിങ്സ്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കുന്നില്ല. അവൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആൻഡ് ഷീ ലുക്സ് അറ്റ് ദ ഹിൽസ് ആൻഡ് സേസ് ദേ ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻസ്. അപ്പോൾ അവൾ ആ ഹില്ലിനെ, ആ ഒരു കുന്നിനെ നോക്കിക്കൊണ്ട് അവൾ പറയുകയാണ് ദേ ലുക്ക് ലൈക്ക് വൈറ്റ് എലഫൻസ്. ഒരു വെള്ള ആനകളെപ്പോലെ തോന്നുന്നു ഈ മലനിരകൾ എന്ന് നോക്കിയിട്ട് അവൾ പറയുകയാണ്, ഒരു കുന്ന് എന്ന് നോക്കിയിട്ട് അവൾ പറയുകയാണ്. ദ കോൺവെർസേഷൻ, അവരുടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത്, ദ ഹോൾ സ്റ്റോറി ഈസ് ജസ്റ്റ് എ ടോക്ക് ബിറ്റ്വീൻ ദ മാൻ ആൻഡ് ദ ഗേൾ. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് മൊത്തം ഇവരുടെ ഒരു സംസാരം മാത്രമാണ്, ഇവരുടെ കോൺവെർസേഷൻ മാത്രമാണ്.
റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഇവരുടെ ഒരു കോൺവെർസേഷൻ മാത്രമാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ട്രെയിൻ ടു മാഡ്രിഡ്. ഒരു മാഡ്രിഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ട്രെയിൻ കാത്ത് നിൽക്കുന്നത്. ദേ ഡ്രിങ്ക് ബിയർ ആൻഡ് ടോക്ക് എബൌട്ട് ആൻ ഓപ്പറേഷൻ. അവർ ബിയറൊക്കെ കഴിച്ചുകൊണ്ട് അവർ കാമായിട്ട് സോഫ്റ്റായിട്ട് ഇദ്ദേഹം ഈ ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദ വേർഡ് ഓപ്പറേഷൻ ഈസ് നെവർ എക്സ്പ്ലെയിൻഡ്. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ത് ഓപ്പറേഷനാണ്, എന്തിനു വേണ്ടിയുള്ള ഓപ്പറേഷനാണെന്നുള്ളതൊന്നും കഥയിൽ പറയുന്നില്ല. അതൊരു ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇറ്റ് മീൻസ് ആൻ അബോഷൻ. കഥ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഊഹിക്കാം, അത് അബോഷനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ദെൻ ദ മാൻ വാണ്ട്സ് ദ ഗേൾ ടു ഡു ഇറ്റ്. അപ്പോൾ ഈ മനുഷ്യന് ഈ പെൺകുട്ടിയോട് അത് ചെയ്യാൻ വേണ്ടി പറയുകയാണ്, അബോഷൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ബട്ട് ഷീ ഈസ് നോട്ട് ഷുവർ. പക്ഷേ അവൾക്കതിന് താല്പര്യമില്ല. ആൻഡ് ദേ ബോത്ത് സ്പീക്ക് പൊളൈറ്റ്ലി. രണ്ടുപേരും സംസാരിക്കുന്നത് വളരെ പൊളൈറ്റായിട്ട്, കാമായിട്ട്, സോഫ്റ്റായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. വഴക്ക് കൂടിയിട്ടോ അല്ലെങ്കിൽ ക്വാറലിംഗ് മോഡലൊന്നും അല്ല. ബട്ട് ദർ ഈസ് എ ടെൻഷൻ ആൻഡ് എ സാഡ്നെസ് ബിഹൈൻഡ് ദെയർ വേർഡ്സ്. പക്ഷേ അവരുടെ വാക്കുകളിലും അവരുടെ പ്രവൃത്തികളിലും ഒക്കെ ഒരു ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയുടെ. ദെൻ സിംബോളിസം. ഈ കഥയിൽ ഒത്തിരി സിംബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതായത് ഹിഡൻ മീനിങ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ആൾ, ദ ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്. അതിൻ്റെ ഒരു സിംബലാണ്. ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊരു സിമിലി കൂടിയാണ്. ഹിൽസ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് എലഫൻറ്റിനെ പോലെ എന്ന് പറയുമ്പോൾ ലൈക്കോ അതല്ലെങ്കിൽ ആസോ ഉപയോഗിച്ച് ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുക. അപ്പോൾ ആ കുന്നുകൾ കാണുമ്പോൾ വെള്ള ആനകളെപ്പോലെ എന്ന് അവൾ പറയുന്നു. അപ്പോൾ ആ കുന്നുകൾ, ആ വൈറ്റ് എലഫൻറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വൈറ്റ് എലഫൻറ്റ് മീൻസ് സംതിങ് റയർ ബട്ട് അൺവാണ്ടഡ്. അതായത് വെള്ളാനകൾ എന്ന് പറയുന്നത് റയറായിട്ടുള്ള ഒന്നാണ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഷോസ് ഹൗ ദ ഗേൾ ഫീൽസ് എബൌട്ട് ദ ബേബി. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ ഇറ്റ് ഷോസ് ഹൗ ദ ഗേൾ ഫീൽസ് എബൌട്ട് ദ ബേബി. ഈ പെൺകുട്ടിക്ക് ആ കുഞ്ഞിനെ വേണമെന്നുണ്ട്. സംതിങ് ബ്യൂട്ടിഫുൾ ബട്ട് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ മാൻ. പക്ഷേ ആ മനുഷ്യന് അത് വേണമെന്നില്ല. ദ ടു സൈഡ്സ് ഓഫ് ദ വാലി ഷോ ടു ചോയ്സസ്. അതുമാത്രമല്ല, ഈ കുന്നിൻ്റെ രണ്ട് സൈഡുകളുണ്ടല്ലോ. ഒരു സൈഡ് എന്ന് പറയുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് സിംബലൈസ് ചെയ്യുന്നത് ലൈഫിനെയും ഫാമിലിയെയും ഹോപ്പിനെയും ഒക്കെ ആണെങ്കിൽ, മറ്റേ സൈഡ് എന്ന് പറയുന്നത്, അതായത് ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സൈഡ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സിംബലൈസ് ചെയ്യുന്നത് എംപ്റ്റിനെസ്സിനെയും സാഡ്നെസ്സിനെയും ഒക്കെയാണ്. The train station means a moment of choice. They must decide which path to take. അതായത് ആ ട്രെയിൻ സ്റ്റേഷനും ഒരു സിമ്പലാണെന്ന് പറയുകയാണ്. അതായത് അവിടെ നിന്ന് ഏത് ട്രെയിൻ വേണമെങ്കിലും കയറിപ്പോകാം, എങ്ങോട്ട് വേണമെങ്കിലും ഡയറക്ഷൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. സോ എങ്ങോട്ട് പോകണം, ഏത് പാത തിരഞ്ഞെടുക്കണം, ജീവിതത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം എടുക്കാൻ പോവുകയാണ് അവർ. സോ ഏത് വഴി തിരഞ്ഞെടുക്കണം, അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷനെയും നമുക്ക് സിമ്പലായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ കോൺഫ്ലിക്റ്റ്. ഈ കഥയിലെ കോൺഫ്ലിക്റ്റ് എന്താണ്, പ്രശ്നം എന്താണ്? ദ മാൻ ആൻഡ് ദ ഗേൾ ഡു നോട്ട് എഗ്രി. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണം എന്നില്ല. രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, പ്രത്യേകിച്ചും ഈ ഒരു കാര്യത്തിൽ ഉള്ളത്, ഈ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിൽ. ദ മാൻ വാണ്ട്സ് ടു ബി ഫ്രീ ഫ്രം റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ എല്ലാ ചുമതലകളിൽ നിന്നും റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ് മാറിപ്പോകണം എന്നാണ്. ദ ഗേൾ വാണ്ട്സ് ലവ് ആൻഡ് കെയർ. പക്ഷേ ആ പെൺകുട്ടിക്ക് നേരെ മറിച്ചാണ്, അവർക്ക് വേണ്ടത് സ്നേഹവും കെയറും ഒക്കെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വ്യത്യസ്ത അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു അബോഷൻ്റെ കാര്യത്തിലാണ്, ഈ ഒരു ഓപ്പറേഷൻ്റെ കാര്യത്തിലാണ് കേട്ടോ. ദെൻ അപ്പോൾ ഒരുമിച്ച് പോകാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതും ഈ ഒരു അഭിപ്രായത്തിൻ്റെ കാര്യത്തിലായിട്ട് എടുക്കുക. ദെൻ ദേ ബോത്ത് ഫീൽ അൺഹാപ്പി ആൻഡ് കനോട്ട് ട്രൂലി ടോക്ക് ഓപ്പൺലി. അപ്പോൾ അവർക്ക് ഒരു അൺഹാപ്പിനെസ് അവർക്ക് ഫീൽ ചെയ്യണം ആ സംസാരിക്കുമ്പോൾ കൂടി. പക്ഷേ ദേ കനോട്ട് ട്രൂലി ടോക്ക് ഓപ്പൺലി. അവർക്കത് തുറന്ന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഉള്ളിൽ എന്താണ് എന്നുള്ളതൊന്ന് ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കോൺവെർസേഷൻസൊക്കെ ഇവിടെ വളരെ കുറവാണ്. അതായത് കുറേയധികം കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കുറച്ച് കാര്യം മാത്രം പുറത്തേക്ക് അവർ പറയുന്നുള്ളൂ. ദെയർ പ്രോബ്ലം ഈസ് നോട്ട് സോൾവഡ്. ഈ കഥ അവസാനിക്കുമ്പോഴും ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് സ്റ്റേസ് അൺഫിനിഷ്ഡ്. അതായത് ആ ഒരു ഡിലമ്മ, ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു കോൺഫ്ലിക്റ്റ് ഒരു അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ദെൻ എൻഡിങ്. ഇതിൻ്റെ ഒരു എൻഡിങ്, ഈ കഥയുടെ എൻഡിങ് എന്ന് പറയുന്നത് ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. ട്രെയിൻ വരാറായി. അപ്പോൾ ഈ ട്രെയിന് വേണമെങ്കിൽ നമുക്ക് ടൈമിൻ്റെ സിമ്പിളായിട്ടൊക്കെ വേണമെങ്കിൽ കാണാം, സമയം അതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. സോ ദ ട്രെയിൻ ഈസ് എബൌട്ട് ടു കം. ദ മാൻ ക്യാരീസ് ദ ബാഗ്സ് ടു അതർ സൈഡ് ഓഫ് ദ സ്റ്റേഷൻ. അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്യാണ്, തൻ്റെ ബാഗുകളൊക്കെ എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് പോവുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ആൻഡ് വെൻ ഹി റിട്ടേൺസ് ജിഗ് സെയ്സ് സോഫ്റ്റ്ലി. അപ്പോൾ ജിഗ് പറയുന്നുണ്ട്, വളരെ സോഫ്റ്റായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഐ ഫീൽ ഫൈൻ, ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മീ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബട്ട് ഷീ ഡസ് നോട്ട് സൗണ്ട് ഹാപ്പി. അവൾ അങ്ങനെ പറയുന്നെങ്കിൽ പോലും ആ പറയുന്നതിൽ തന്നെ, ആ ടോണിൽ തന്നെ മനസ്സിലാക്കാം ഷീ ഈസ് നോട്ട് ഹാപ്പി എന്നുള്ളത്.
ദ സ്റ്റോറി എൻഡ്സ് വിത്തൗട്ട് സെയിങ് വാട്ട് ഡിസിഷൻ ദേ മേക്ക്. അപ്പോൾ അവരെന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് നമ്മളെ അറിയിക്കാതെയാണ് ഈ കഥ അവസാനിക്കുന്നത് വരെ. വി ക്യാൻ ഓൺലി ഗസ്. നമുക്ക് അത് നമ്മുടെ ഊഹങ്ങൾക്ക് വിട്ടുതരികയാണ് കഥാകാരൻ. ഇനി എന്തൊക്കെയാണ് ഈ കഥയിലെ മെയിൻ തീംസ്? ഒന്ന്, ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ദേ ടോക്ക് ബട്ട് ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷേ പരസ്പരം മനസ്സിലാക്കി സംസാരിക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് അതുതന്നെയാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ്, ചോയ്സസ് ഇൻ ലൈഫ്. നമ്മുടെ ലൈഫിൽ ചില പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ചില ചോയ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ, ഡിലെമ്മ. ദേ മസ്റ്റ് ചൂസ് വാട്ട് ടു ഡു നെക്സ്റ്റ്. അത് ഇതിൽ തീമായിട്ട് പറയുന്നുണ്ട്. ദെൻ ലവ് ആൻഡ് സെൽഫിഷ്നെസ്, അതായത് ദ മാൻ കെയേഴ്സ് അബൌട്ട് ഫ്രീഡം, ദ ഗേൾ വാണ്ട്സ് ലവ്. രണ്ടുപേരും ആഗ്രഹിക്കുന്നത്, ഈ മനുഷ്യനാണെങ്കിൽ കുറച്ചുകൂടി ഫ്രീഡം ആഗ്രഹിക്കുന്നു, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പെൺകുട്ടിക്ക് അവൾക്ക് കുറച്ചുകൂടി ഒരു ബോണ്ടിങ് ആണ് വേണ്ടത്, അവൾക്ക് കുറച്ചുകൂടി ലവ് ആണ് വേണ്ടത്. രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ടുപേരും. സോ ലവ് ആൻഡ് സെൽഫിഷ്നെസ് എന്ന് പറയുന്നൊരു തീമായിട്ട് ഇതിൽ വരുന്നുണ്ട്. ദെൻ സൈലൻസ് ആൻഡ് ഇമോഷൻസ്. വാട്ട് ദേ ഡോണ്ട് സേ ഈസ് മോർ പവർഫുൾ ദാൻ ദെയർ വേർഡ്സ്. അതായത് അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആ സംസാരിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ് അവരുടെ സൈലൻസ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റിംഗ് സ്റ്റൈൽ. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിലേക്ക് വന്നാൽ, ഹെമിംഗ്വേ, അതായത് നമ്മുടെ റൈറ്റർ, ഹി യൂസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ സെൻറ്റൻസസ്. വളരെ ഷോർട്ടായിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ മോസ്റ്റ് ഓഫ് ദി സ്റ്റോറി ഈസ് ഡയലോഗ്, അതല്ലെങ്കിൽ കോൺവെർസേഷൻ. ഈ കഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു കോൺവെർസേഷൻ പാറ്റേണിലാണ്, ഒരു ഡയലോഗ് പാറ്റേണിലാണ്, സ്ട്രക്ചറിലാണ് പോകുന്നത്. ഹി യൂസസ് ഹിസ് ഐസ്ബർഗ് തിയറി. അതായത് സൈക്കോ അനാലിസിസിൽ ഒരു ഐസ്ബർഗ് തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അപ്പോൾ ആ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഐസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെജോറിറ്റി ഭാഗവും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടക്കുകയായിരിക്കും, കുറച്ച് ഭാഗം മാത്രമേ മുകളിലേക്ക് കാണുള്ളൂ. അതുപോലെയാണ് നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, നമ്മുടെ ട്രൂ ക്യാരക്ടർ, അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലായിരിക്കും. അതധികം ആർക്കും കാണാൻ പറ്റില്ല. നമ്മൾ പുറത്തേക്ക് കാണിക്കുക, അതിൽ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ പുറത്തേക്ക് കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവരത് കാണുകയുള്ളൂ. ഇതിനെയാണ് മനസ്സെന്ന് വിളിക്കുന്നത്. സോ ഹി യൂസസ് ഐസ്ബർഗ് തിയറി. ഹി ഷോസ് ഓൺലി എ സ്മാൾ പാർട്ട് ഓഫ് ദി സ്റ്റോറി ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിഡൻ മീനിങ്. സോ ദിസ് ഈസ് ഹിൽസ് ലൈക്ക് വൈറ്റ് എലഫൻസ്.